പുതിയ തലമുറയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടിയ സാഹചര്യത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് 25-ന് ജനകീയ സദസ്സ് വിളിച്ചു ചേർക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ. ലഹരി ഉപയോഗവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി ജനകീയ സദസ്സ് ചേരുന്നത്. നമുക്ക് അമിതമായ സംയുക്തമായ ഒരു ജനകീയ സമിതി വിളിച്ചു കൂട്ടിക്കൊണ്ട് എവിടെ കുട്ടികളുടെ മയക്കുമരുന്നിനോ മദ്യത്തിനോ കണ്ടു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ ഓപ്പണായി ഇറങ്ങിക്കൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി ഉള്ളൊരു തീരുമാനം. ഈ തീരുമാനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും സമ്പൂർണ്ണ പിന്തുണ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ അതിനകത്ത് ഉണ്ടാകത്തില്ല. ആരുടെ മകനാണെങ്കിലും അല്ലെങ്കിൽ മകളാണെങ്കിലും മയക്കുമരുന്ന് അഡിക്റ്റായിട്ട് ഒരാൾ പിടിക്കപ്പെട്ടാൽ ഒരു രാഷ്ട്രീയ ആളുകളുടെയും റെക്കമെൻഡേഷൻ ഉണ്ടാകാൻ പാടില്ലാതെ സമ്പൂർണ്ണമായി സ്വതന്ത്രമായി അവർക്ക് ഈ ആളുകളെ പിടിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകുക എന്നുള്ള ലക്ഷ്യമാണ്. അതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു വലിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. എവിടെയെങ്കിലും സംശയാസ്പദമായ രീതിയിൽ കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ മയക്കുമരുന്ന് അഭാവം കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കൃത്യമായി തന്നെ അത് മെസ്സേജ് കൊടുക്കാനുള്ളൊരു സംവിധാനം, അവരെ പിടിക്കാനുള്ള സംവിധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ കടന്നു വരുന്ന വാഹനങ്ങൾ, പണിക്കാർ വാഹനങ്ങൾ ഒരുപാട് കയറി വരുന്ന വാഹനങ്ങളിൽ കൃത്യമായി തമിഴ്നാട്ടിൽ നിന്നുള്ള ഗണേശ് പോലുള്ള തൊഴിൽ വെക്കുന്ന പുകയില ഐറ്റംസ് എല്ലാം കയറി വരുന്നുണ്ട്. അതെല്ലാം രഹസ്യമായിട്ട് കടകളിൽ വിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം കൃത്യമായ നിയന്ത്രണം നമ്മൾ നടത്തുവാൻ ഉള്ള ലക്ഷ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 25-ാം തീയതി നടക്കുന്ന ഈ ജനകീയ സദസ്സിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ മദ്യത്തിനും എതിരെ ഒരു മദ്യനിരോധന പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ച് അണിചേരുകയാണ്. അതിനകത്ത് നിങ്ങളെല്ലാവരും പങ്കാളികളാകണം എന്ന് അറിയിക്കുകയാണ്.